അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഖ്തസർ 60, പേജ് നമ്പർ 88. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി. നമ്മൾ പറഞ്ഞത് മുസനദ് ഇലൈഹിക്ക് വസുഫ് പറയൽ. വഅമ്മാ വസുഫുഹു ഫലികൗനിഹി മുബയ്യിനൻ ലഹു കാശിഫൻ അൻ മഅനാഹു എന്ന ഒരു വസുഫ് പറയുന്നത് എന്തിനു വേണ്ടി? മുസനദ് ഇലൈഹിന്റെ മഅനയെ വെളിവാക്കാൻ വേണ്ടി, വ്യക്തമാക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു. അതിന് ഉദാഹരണം പറഞ്ഞാൽ ഇസ്മു തവീലുൽ അരീദുൽ അമീഖു യഹ്താജു ഇലാ ഫറാഹിൻ യശഗുലുഹു. അവിടെ ഈ ജിസ്മിന്റെ മായന തന്നെയാണ് അത്തവീലുൽ അരീദുൽ അമീഖു എന്ന് പറഞ്ഞത്. അപ്പൊ മായനയെ വെളിവാക്കാൻ വസുഫ് പറയും. ഇനി മത്ന് വായിക്കുകയാണ്. വനഹ്വുഹു ഫിൽ കശ്ഫി ഖൗലുഹു ശിഅ്റുൻ. എന്ത്? അൽ അൽമഇയുല്ലദി യളുന്നു ബികല്ലന്നക അൻ ഖദ് റഅ വഖദ് സമിഅ. ബൈത്ത് ചൊല്ലുന്നവർക്ക് ബൈത്തിന്റെ രൂപത്തിൽ ചൊല്ലിയാൽ മതി. പിന്നെ ഔ മുഖസ്സിസൻ നഹ്വു സൈദുലിത്താജിറു ഇൻദനാ. ഔ മദ്ഹൻ ഔ ദമ്മൻ നഹ്വു ജാഅനി സൈദുനിൽ ആലിമു അവിൽ ജാഹിലു ഹൈസു യതഅയ്യനു ഖബല ദിക്രിഹി. ഔ തഅക്കീദൻ നഹ്വു അംസിദ്ദാബിറു കാന യൗമൻ അളീമാ. ഇതാണ് മത്ന്. ഇനി പറയാം. വനഹ്വുഹു ഇതുപോലത്തതാകുന്നത് ഫിൽ കശ്ഫി മഅനയെ വെളിവാക്കുന്ന വിഷയത്തിൽ. ഐ മിസ്ലു ആദൽ കൗലി ഈ കൗല് പോലത്തതാകുന്നത്. ഏതാണ് കൗല്? അൽ ജിസ്മു തവീലുൽ അരീദുൽ അമീഖു എന്ന കൗല് പോലത്തത്. യഹ്താജുവിന്റെ ഖബറാണ്. ഇവിടെ വസ്ഫ് എന്താണ്? അത്തവീലുൽ അരീദുൽ അമീഖു എന്നതാണ്. അപ്പോൾ വനഹ്വുഹു ഫിൽ കശ്ഫി ഈ കൗല് പോലത്തതാകുന്നത് ഫിൽ കശ്ഫി മഅനയെ വെളിവാക്കുന്ന വിഷയത്തിൽ. ഐ മിസ്ലു ഹാദൽ കൗലി ഈ കൗല് പോലത്തതാകുന്നത് ഫി കൗനിൽ വസ്ഫി വസ്ഫ് ആകുന്നതിൽ ലിൽ കശ്ഫി വൽ ഈലാഹി മഅനയെ വ്യക്തമാക്കുന്നതിനും അതിനെ തുറന്നു കാണിക്കുന്നതിനും ആകുന്ന വിഷയത്തിൽ. വസ്ഫ് എന്താവുക? മുസ്നദ് ഇലൈഹിന്റെ മൗസൂഫിന്റെ എന്ന് പറയാം. മൗസൂഫിന്റെ മഅനയെ വെളിവാക്കാൻ വേണ്ടിയാണ് എന്ന വിഷയത്തിൽ ആ കൗല് പോലത്തതാകുന്നത്. വഇല്ലം യകുൻ വസ്ഫൻ ലിൽ മുസ്നദ് ഇലൈഹി ഈ വസ്ഫ് അല്ലെങ്കിലും ശരി, വസ്ഫൻ ലിൽ മുസ്നദ് ഇലൈഹി മുസ്നദ് ഇലൈഹിക്കുള്ള വസ്ഫ് അല്ലെങ്കിലും ശരി. ഇനി താഴെ വരാൻ പോകുന്ന ഉദാഹരണത്തിൽ വസ്ഫ് എന്താകുന്നുണ്ട്? മൗസൂഫിന്റെ മഅനയെ വെളിവാക്കുന്നുണ്ട്. പക്ഷേ ആ മൗസൂഫ് എന്തല്ല? മുസ്നദ് ഇലൈഹി അല്ല. അതാണ് പറഞ്ഞത്. ഖൗലുഹു ഷാഇറിന്റെ ഖൗലാണ്. ശിഅ്റുൻ അൽ അൽമഇയുല്ലദി യളുന്നു ബികല്ലന്നക അൻ ഖദ് റഅ വഖദ് സമിഅ. ആ ബൈത്ത് അതിന്റെ വസ്ന് ഇതാണ്. ഏത്? മുസ്തഫ്ഇലുൻ മഫ്ഊലാത്തുൻ മുഫ്തഇലുൻ. അത് 2 പ്രാവശ്യം മറത്തൈനി. അത് സൂഖിയിൽ പറഞ്ഞിട്ടുണ്ട് 362 പേജിൽ. അങ്ങനെയാണ് ഇതിൽ കാണുന്നത്. എന്താണ് ഖൗലുഹു ശിഅ്റുൻ അൽ അൽമഇയു അദ്ദേഹം ബുദ്ധികൂർമ്മതയുള്ള ആളാണ്. അല്ലദി എങ്ങനത്തെ ബുദ്ധികൂർമ്മത ഉള്ളവൻ? കൂർമ്മ ബുദ്ധി ഉള്ളവനാണ്. അല്ലദി എങ്ങനെയുള്ള കൂർമ്മബുദ്ധിയുള്ളവൻ
യളുന്നു ബിക്കല്ലന്ന. യളുന്നു അതിവിടെ ലാസിമിന്റെ സ്ഥാനത്തിറക്കി അർത്ഥം വെക്കാം. യളുന്നു അയാള് ലന്ന് ചെയ്യും, വിചാരിക്കും. ബിക്കല്ലന്ന നിന്നിൽ ഒരു വിചാരിക്കൽ വിചാരിക്കും. മഫൂല് മുത്തലക്കായിട്ട് യളുന്നൂനെ ലാസിമിന്റെ സ്ഥാനത്തിറക്കുക. രണ്ട് മഫൂലുണ്ടാവുന്ന ഫീലാണുള്ളത്. അപ്പോ യളുന്നു ഈ കൂർമ്മബുദ്ധി ഉള്ളവൻ എന്താണ് വിചാരിക്കും. ബിക്കല്ലന്ന നിന്നിൽ ഒരു വിചാരിക്കൽ വിചാരിക്കും. പിന്നെ കഅൻ ഖദ് റആ വഖദ് സമിഅ അവൻ കണ്ടതുപോലെയും കേട്ടതുപോലെയുമാണ്. അവൻ കണ്ടതുപോലെയും. അപ്പോ ഈ ആള് ഇതാരാണ്? ആള് ഈ ബൈത്ത് ഔസ് ബിന് ഹജർ എന്ന ആള് ചൊല്ലിയതാണ്. ഫലാലത്ത് ബിന് കൽദത്ത് എന്ന ആളെ മദ്ഹ് ചെയ്യുന്ന, അയാൾ മരിച്ചുപോയി, മരണപ്പെട്ടു പോയ ഫലാലത്ത് ബിന് കൽദത്തിന്റെ മർസിയത്തിലായിട്ട് ഔസ് ബിന് ഹജർ ചൊല്ലിയതായ ബൈത്താണ്. അപ്പോൾ ഫലാലത്തിന്റെ നല്ല ഗുണങ്ങളൊക്കെ എടുത്ത് ഒരു ബൈത്ത് ചൊല്ലിയതാണ് അദ്ദേഹത്തിന്റെ മർസിയത്തിലായിട്ട്. അപ്പോ ആളാരാണ്? ഫലാലത്ത് ബിന് കൽദത്ത. ഈ ഫലാലത്ത് ബിന് കൽദത്ത് അൽ അൽമഇയു നല്ല കൂർമ്മബുദ്ധി ഉള്ള ആളാണ്. അല്ലദീ എങ്ങനെയുള്ള അൽമഇ യളുന്നു അവരെ രണ്ട് മഫൂലിനെ സങ്കല്പിക്കുകയും ചെയ്യാം. യളുന്നുക മുത്തസിഫൻ ബിസിഫത്തിൻ. യളുന്നു അവൻ വിചാരിക്കും കാ നിന്നെ മഹദൂഫായിട്ട് ബൈത്തിന് വേണ്ടി അതൊക്കെ ചെയ്യും. മുത്തസിഫം ബിസിഫത്തിൻ ഏതൊരു നല്ല സിഫത്ത് കൊണ്ടും സിഫത്ത് സിദ്ധിച്ചവനായിട്ട് നിന്നെ വിചാരിക്കും. ബിക്കല്ലന്ന നിന്നിൽ ഒരു വിചാരിക്കൽ വിചാരിക്കും. കഅൻ ഖദ് റആ അവൻ കണ്ടതുപോലെയും വഖദ് സമിഅ കേട്ടതുപോലെയും എന്ന് പറഞ്ഞാൽ ഈ ഫലാലത്ത് ബിന് കൽദത്ത് എന്ന് പറഞ്ഞ ആള് ആരെപ്പറ്റി എന്ത് ഗുണങ്ങൾ നല്ലത് വിചാരിക്കുന്നുവോ അത് കണ്ടതുപോലെയും കേട്ടതുപോലെയുമാണ് ആ വിചാരം. അതായത് എന്ത് നല്ല ഗുണം ഒരാളിൽ വിചാരിച്ചാൽ ആ ആളിൽ അത് ഉണ്ടാവുന്നർത്ഥം. അപ്പൊ എല്ലാവരുടെയും ശരീരത്തിലേക്ക് നോക്കിയിട്ട് അതല്ലെങ്കിൽ ആളുടെ പേര് ഇദ്ദേഹത്തിന് കിട്ടിയാൽ മതി, അയാളെ പറ്റിയുള്ള ഗുണങ്ങളെല്ലാം ഇദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയും. അത്രക്കും കൂർമ്മ ബുദ്ധിയുള്ള ആളാണ്. അപ്പോൾ അൽമഇയു എന്നതിന്റെ മഅനയാണ് അല്ലദീ യളുന്നു ബിക്കല്ലന്ന കഅൻ ഖദ് റആ വഖദ് സമിഅ എന്ന് പറഞ്ഞത്. ആ സിഫത്ത് അവിടെ അൽമഇയിന്റെ മഅനയെ വെളിവാക്കുന്ന സിഫത്താണ് അല്ലദീ യളുന്നു ബിക്കല്ലന്ന കേട്ടോ. അത് അൽമഇ മുസ്നദി ഇലൈഹി അല്ലെങ്കിലും അതിന്റെ പിന്നിൽ പറഞ്ഞ സിഫത്ത് അൽമഇയിന്റെ മഅനയെ കശ്ഫ് ചെയ്യുന്നുണ്ട്. അപ്പോ അദ്ദേഹം ഫലാലത്ത് ബിന് കൽദത്ത് അൽമഇയു ബുദ്ധി കൂർമ്മത ഉള്ളവനാണ്. അല്ലതി എങ്ങനത്തെ ബുദ്ധി കൂർമ്മത ഉള്ളവൻ? യളുന്നു നിന്നെ അവൻ വിചാരിക്കുന്നു ഒരു നല്ല കാര്യം കൊണ്ട് വസ്ഫുള്ളവനായിട്ട്. ബിക്കല്ലന്ന നിന്നിൽ ഒരു വിചാരിക്കൽ വിചാരിക്കും. അത് ഏതുപോലെയാണ്? കണ്ടതുപോലെയും കേട്ടതുപോലെയുമാണ്. അവനങ്ങനെ അൽമഇയു. അപ്പോൾ അൽമഇ എന്നത് മഅനാഹു അതിന്റെ മഅന അദ്ദക്കിയു ബുദ്ധി ഉള്ളവൻ എന്നാണ്. അൽ മുതവക്കിദു നല്ല കൂർമ്മയുള്ള ബുദ്ധിയുള്ളവൻ. വൽ വസ്ഫു ബഅദഹു അൽമഇയു എന്നതിന്റെ ശേഷമുള്ള വസ്ഫ് മിമ്മാ യക്ശിഫു മഅനാഹു
അൽമഇന്റെ മഅനയെ വെളിവാക്കുന്നതിൽ പെട്ടതാണ്, വയൂദിഹുഹു അതിനെ വ്യക്തമാക്കുന്നതിൽ പെട്ടതാണ്. അപ്പൊ ഈളാഹിന്റെ സിഫത്താണ് സിഫത്ത് കാശിഫ എന്നൊക്കെ പറയൂ അതിന്. പക്ഷെ ലാക്കിന്നഹു ലൈസ ബി മുസ്നദിൻ ഇലൈഹി, ഈ അൽമഇ എന്തല്ല മുസ്നദ് ഇലൈഹി അല്ല എന്നേ ഉള്ളൂ. കാനലി അന്നഹു ഈ അൽമഇ ഇമ്മാ മർഫൂഉൻ അത് ഒന്നിരിക്കൽ റഫാക്കപ്പെട്ടതാണ്, അലാ അന്നഹു ഖബറു ഇന്ന ഫിൽ ബൈത്തി സാബിഖി, സാബിക്കായ ബൈത്തിലുള്ള ഇന്നയുടെ ഖബറാണ് എന്ന നിലയിൽ അത് റഫാക്കപ്പെട്ടതാണ്. ഐനി ഏതാ സാബിക്കായ ബൈത്ത്? ഖൗലുഹു ഷാഇറിന്റെ ഖൗലിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏത്? ഇന്നല്ലദീ ജമഅ അസ്സമാഹത വന്നജ്ദത വൽബിറ വത്തുഖാ ജുമഅ, ആ ബൈത്ത്. ഇന്നല്ലദീ ഒരാൾ ജമഅ അസ്സമാഹത അയാള് എന്തിനൊരുമിച്ച് കൂട്ടി? ദാനധർമ്മത്തെ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. വന്നജ്ദത നല്ല ധീരതയെയും, വൽബിറ നന്മയെയും, വത്തുഖാ തഖ്വയെയും ഒരുമിച്ച് കൂട്ടി. ജുമഅ അത് നാലിനെയും ഒരുമിച്ച് കൂട്ടി. ജുമഅ അത് ജുമാൻ കുല്ലിന്റെ ശേഷം തൈക്കീദ് ചെയ്യും, കുല്ലില്ലാതെയും തൈക്കീദ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. വബഅദ കുല്ലിൻ അഖദൂ ബി അജ്മഅ ജംഅ അജ്മഈന സുമ്മ ജുമഅ വദൂന കുല്ലിൻ ഖദ് യജീഉ അജ്മഉ ജംഅഉ അജ്മഊന സുമ്മ ജുമഉ. കുല്ലിന്റെ ശേഷവും തൈക്കീദ് ചെയ്യും, ചിലപ്പോൾ കുല്ലില്ലാതെയും ഈ ജംഅ ജുമഅ അജ്മഉ കൊണ്ടൊക്കെ തൈക്കീദ് ചെയ്യും. അപ്പോൾ ഇവിടെ ഇന്നല്ലദി എന്ന് പറഞ്ഞ ഈ ഇന്നന്റെ ഇസ്മു അല്ലദിയാണ്, അതിന്റെ ഖബറാണ് ഒരാളാകുന്നത്. ഈ സമാഹത്ത്, നജ്ദത്ത്, ബിർറു, അത്തുഖ, തഖ്വ എന്നിവയെ ജംഅ് ചെയ്ത ആളാരാണ്? അൽമഇ നല്ല കൂർത്ത ബുദ്ധിയുള്ള ആളാണ് എന്നർത്ഥം. അല്ലെങ്കിൽ അൽമഇ ഔ മൻസൂബുൻ അലാ അന്നഹു സിഫത്തുൽ ഇസ്മി ഇന്ന, ഇന്നന്റെ ഇസ്മിന് സിഫത്താണ് എന്ന നിലക്ക് നസ്ബാക്കപ്പെട്ടതാണ്. ഇന്നല്ലദീ ഒരാള്, എങ്ങനെയുള്ള ഒരാള്? അൽമഇയ്യ നല്ല കൂർമ്മ ബുദ്ധിയുള്ള ഒരാള്, അങ്ങനെയും വെക്കാം. തർത്തീബിന് പ്രശ്നമൊന്നുമില്ലല്ലോ. ഔ ബി തഖ്ദീരി ഐനി, അല്ലെങ്കിൽ ഐനീനെ സങ്കല്പിച്ചിട്ട് എന്ത് ചെയ്യാം? നസ്ബ് ചെയ്യാം. പിന്നെ ഔലി കൗനിൽ വസിഫി, അപ്പൊ ഈ പറഞ്ഞത് എന്താണ്? നേരത്തെ പറഞ്ഞ കശ്ഫിന് വേണ്ടി വസ്ഫ് കാശിഫത്തായിട്ട് വരും, കാശിഫായിട്ട് വരും. അതായത് മുസ്നദ് ഇലൈഹിയെ അല്ലെങ്കിൽ മൗസൂഫിന്റെ മഅനയെ ഇങ്ങോട്ട് വ്യക്തമാക്കി തരാൻ വസ്ഫ് വരും. അതാണ് സിഫത്തു കാശിഫ. ഔലി കൗനിൽ വസിഫി, അല്ലെങ്കിൽ വസ്ഫായതിന് വേണ്ടി മുഖസ്സിസൻ മുസ്നദ് ഇലൈഹിയെ ഒരു പ്രത്യേകമാക്കാൻ വേണ്ടി വസ്ഫ് വരും. മുസ്നദ് ഇലൈഹി എന്നാണ് ഇവിടെ പറയുന്നത്. അതിന് മൗസൂഫിനെ തഖ്സീസാക്കാൻ വേണ്ടി എന്ന് പറയാം. ഇവിടുത്തെ മൗസൂഫ് മുസ്നദ് ഇലൈഹിയാണ് എന്നത് മാത്രം. ഇവിടെ നമ്മുടെ വിഷയം മുസ്നദ് ഇലൈഹിന്റെ ബാബാണല്ലോ. മുസ്നദ് ഇലൈഹിയെ പ്രത്യേകമാക്കുക, അത് മുഖസ്സിസ് രണ്ടു രൂപത്തിലുണ്ട്. അത് ഇഷ്തിറാക്കിൽ കുറക്കുക, അല്ലെങ്കിൽ മുസ്നദ് ഇലൈഹിയിലുള്ള ഇഷ്തിറാക്കിനെ കുറക്കുക. അതാണ് ഒന്ന്. മറ്റൊന്ന് മുസ്നദ് ഇലൈഹിൽ സംഭവിച്ചുള്ളതായ ഇഹ്തിമാലിനെ ഉയർത്തുക. അതാണ് രണ്ടാമത്തത്. ഇത് രണ്ടും തഖ്സീസാണ് ഇൽമുൽ ബയാനിക്കാരുടെ അടുക്കൽ. ഇവിടെ പറയുന്നുണ്ട് ഔലി കൗനിൽ വസിഫി മുഖസ്സിസൻ ലിൽ മുസ്നദ് ഇലൈഹി,
അല്ലെങ്കിൽ വസുഫ് ആയതിനു വേണ്ടി മുസ്നദ് ഇലൈഹിയെ തഖ്സീസാക്കുന്നതാവാൻ വേണ്ടി ഐ മുക്കല്ലിലൻ ഇഷ്തിറാഖഹൂന. അതെ, മുസ്നദ് ഇലൈഹിൽ ഉള്ള ഇഷ്തിറാക്കിനെ കുറക്കുക. അതായത് മുസ്നദ് ഇലൈഹി നക്കിറയാവുന്ന സമയത്ത് അത് മുസ്തറക്കായിരിക്കും. അത് ഒരുപക്ഷെ മഅനവിയായ മുസ്തറക്കായിരിക്കും, അല്ലെങ്കിൽ ലഫ്ളിയായ മുസ്തറക്കായിരിക്കും. മുസ്നദ് ഇലൈഹി നക്കിറയാവുന്ന സമയത്ത് അത് മുസ്തറക്കായിരിക്കും. അത് ഒന്നിരിക്കൽ മഅനവിയായ മുസ്തറക്ക് അല്ലെങ്കിൽ ലഫ്ളിയായ മുസ്തറക്ക് രണ്ടും ആവാം. ഏതായാലും മുസ്തറക്കായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അത് മഅനവിയായ മുസ്തറക്കാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മഅനയിൽ ഒരുപാട് അഫ്രാദുകൾ ഉണ്ടാവുക. റജില് എന്ന ഹൈവാനാത്തിക്കിൽപ്പെട്ട ബാലികായ ദക്കറിന് വലഇ ചെയ്തതാണ് റജില് എന്നുള്ളത്. അതിനൊരുപാട് ഫർദുകളുണ്ടല്ലോ. അപ്പൊ റജില് എന്നുള്ളത് മഅനവിയായ മുസ്തറക്കാണ്. അപ്പോൾ ഒരാൾ ജാഇ റജുലുൻ എന്ന് പറഞ്ഞാൽ ഈ റജില് ഏത് റജുലും ആവാം. അതുകൊണ്ട് ഇവിടെ മഖ്സൂദായ റജുല് ഒരു താജിറായ റജുലാണ്. അപ്പൊ ജാഇ റജുലും താജിറും എന്ന് പറയുമ്പോൾ ഇവിടെ ഈ റജുല് എന്നുള്ളത് മഅനവിയായ മുസ്തറക്കാണത്. കാരണം ഹൈവാനാത്തിക്കിൽപ്പെട്ട ബാലികായ ദക്കറിന് വലഇ ചെയ്തതാണ് റജുല് എന്ന ലഫ്ളിനെ. അതിൽ ഒരുപാട് ഫർദുകളുണ്ട്, ഒരുപാട് റജുലുകളുണ്ട്. അപ്പൊ ഏത് റജുലും ആവാം. ഇത് താജിറായ റജുലും ആവാം, കാത്തിബായ റജുലും ആവാം, ജാ റജുലും എന്ന് പറഞ്ഞാൽ. അപ്പോ ഒരുപാട് റജുല് ഉൾക്കൊണ്ട ഈ റജുലിൽ ഒരുപാട് റജുല് കൂറുണ്ട്. ഒരു സിഫത്ത് അങ്ങോട്ട് പറഞ്ഞാൽ ഒരുപാട് ഇഷ്തിറാക്കിനെ അതിനെ കുറക്കാൻ കഴിയും. ജാഅനി റജുലുൻ താജിറുൻ, താജിറായ റജുല് വന്നു എന്ന് പറയുമ്പോൾ താജിറല്ലാത്ത റജുലിനാണ് വേറെയാക്കിയല്ലോ. അത്രേ കഴിയുള്ളൂ ഇവിടെ. ഇഷ്തിറാക്കിനെ കുറക്കുക. അതായത് നക്കിറ എപ്പോഴും മുസ്തറക്കായിരിക്കും. അത് മുസ്തറക്ക് ലഫ്ലിയും ആവാം, മഅനവിയും ആവാം. മഅനവിയായതിന്റെ ഉദാഹരണമാണ് നമ്മൾ പറഞ്ഞത് റജുലുൻ എന്നുള്ളത്. അത് മുസ്തറക്ക് മഅനവിയാണ്. ഏത് റജുലും പല റജുലും ഈ റജുലിൽ പല റജുലും ഇഷ്തിറാക്ക് മുസ്തറക്കാണ്, അത് കൂറുണ്ട്. അപ്പൊ താജിറിൻ എന്ന് പറയുമ്പോൾ താജിറല്ലാത്ത റജുലിനെ ഇഖ്റാജ് ചെയ്തു, അപ്പോൾ കുറച്ചു. ഇഷ്തിറാക്കിൽ മുസ്നദ് ഇലൈഹിൽ ഉള്ളതായ ഇഷ്തിറാക്കിന് കമ്മി ഉണ്ടാക്കി ഈ വസ്ഫ്. ഇനി ലഫ്ലിയായ മുസ്തറക്കു നിക്രയാവാം. ഏത് ഐന് എന്ന ലഫ്ദ് അത് മുസ്തറക്ക് ലഫ്ലിയാണ്. കാരണം ഒരുപാട് മഅനകൾക്ക് ഐൻ എന്ന ലഫ്ദിനെ ഉലഇ ചെയ്തിട്ടുണ്ട്. അലാഹിദ വേറെ വേറെ ഉലഇ ചെയ്തിട്ടുണ്ട്. വാസിറത്തിന് ഉലഇ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നദികൾ, നദി ഒലിക്കുന്ന ജാരിയത്തിന് ഉലഇ ചെയ്തിട്ടുണ്ട്. ദഹബ്, ഇങ്ങനെ. അപ്പോൾ ഇന്തി എന്റെ അടുക്കലുണ്ട് ഐനുൻ ജാരിയത്തുൻ എന്ന് പറയുമ്പോൾ അത് ഇഷ്തിറാക്കിനെ അവിടെയും എന്താക്കി? കമ്മിയാക്കി, കുറച്ചു കാണിച്ചു. ഏത് ഐനല്ല? ഇത് ദഹബിയായ ഐനല്ല. അതുപോലെ തന്നെ വാസിറത്തല്ല, മറ്റ് മഅനാക്ക് വെക്കപ്പെട്ട ഐനല്ല, ജാരിയത്തായ ഐനാണ്, ഒലിക്കുന്ന ഐനാണ് എന്ന് പറഞ്ഞല്ല. ഐനാനി ലം യംസസുഹുമാ റമദുൻ ഫീ കുല്ലി ഐനിൻ മിനൽ ഐനൈനി നൂനാനി. രണ്ട് ഐന്. ലം യംസസുഹുമാ റമദുൻ, ചെങ്കണ്ണ് ബാധിക്കാത്ത രണ്ട് ഐനുകൾ. ഫീ കുല്ലി ഐനിൻ മിനൽ ഐനൈനി നൂനാനി, ഓരോ ഐനിലും ഈ രണ്ട് മത്സ്യങ്ങളുണ്ട്. നൂനാനി ലം യക്തുബുഹുമാ കലമു, കലമു കൊണ്ട് എഴുതാത്ത രണ്ട് നൂന്. ഫീ കുല്ലി നൂനിൻ മിനൻ നൂനൈനി ഐനാനി, കലമു കൊണ്ട് എഴുതാത്ത നൂന് ഏതാണ്? അത് മത്സ്യമാണ് ഇവിടത്തെ ഉദ്ദേശം. ഓരോ മീനിലും ഈ രണ്ട് ഐനുകളുണ്ട്, കണ്ണുകളുണ്ട്.
കണ്ടോ, ഫീ കുല്ലി നൂനിൻ മിനൻ നൂനൈനി ഐനാനി. ഇവിടെ ഐനാനി എന്ന് പറഞ്ഞ കണ്ണ് ബാസുറത്തിലാ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഐനാനി അതെന്താണ്? ജാരിയത്തായ ഐനാനിയാണ്. അപ്പോൾ ഇന്ദി ഐനുൻ ജാരിയത്തുൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉദാഹരണം നമ്മൾ സങ്കല്പിച്ചാൽ മതി. അപ്പോ ഐനിനെ പല മാനാക്കും വല ചെയ്തിട്ടുണ്ട്. അത് മുസ്തറക്ക് ലഫ്ലിയാണ്. ജാരിയത്ത് എന്ന് പറഞ്ഞപ്പോൾ ഇസ്തിറാക്കിൽ അവിടെ തഖ്ലീൽ ഉണ്ടായി. അതാണ് ഒന്നാമത്തത്. അപ്പൊ നെക്കിറ എപ്പോഴും മുസ്തറക്കായിരിക്കും. അത് മഅനവിയായ മുസ്തറക്കും ആവാം, ലഫ്ലിയായ മുസ്തറക്കും കൂട്ടത്തിൽ ഉണ്ടാവാം. ആ ഇസ്തിറാക്കിനെ ഒന്ന് തഖ്ലീൽ ചെയ്യാൻ പറ്റും ഈ വസ്ഫ് കൊണ്ട്. അതിനു വേണ്ടി മുസ്നദ് ഇലൈഹിക്ക് വസ്ഫ് പറയും എന്നാണ് പറഞ്ഞത്. അതാണ് ഐ മുക്കല്ലിലൻ ഇഷ്തിറാഖുഹു, മുസ്നദ് ഇലൈഹിയിൽ ഉള്ള ഇഷ്തിറാക്കിനെ കുറക്കാൻ വേണ്ടിയാകും. വസ്ഫായതിനു വേണ്ടി, മുഖസ്സിസായതിനു വേണ്ടി, ഐ മുക്കല്ലിലൻ കുറക്കുന്നതായതിനു വേണ്ടി. ഔ റാഫിയൻ ഇഹ്തിമാലഹു, അല്ലെങ്കിൽ എന്താണ്? മുസ്നദ് ഇലൈഹിൽ ഉള്ള ഇഹ്തിമാലിനെ ഉയർത്താൻ. അതായത് മഅരിഫ എപ്പോഴും എന്താണ്? അത് മുസ്തറക്ക്, അതിൽ ഇഷ്തിറാക്ക് ഉണ്ടാവൂല. നെക്രയിൽ എന്താണ്? ഇസ്തിഇമാലിൽ ഇഷ്തിറാക്കുണ്ട്. മഅരിഫയിൽ ഇസ്തിഇമാലിൽ ഇഷ്തിറാക്ക് ഉണ്ടാവുകയില്ല. ജിൻസിന്റെ അലിഫ്ലാം കൊണ്ട് മഅരിഫയാക്കപ്പെട്ടത് ഇതിൽ ഒഴിവാണ് കേട്ടോ. ഇസ്തിഇമാലിൽ ഇഷ്തിറാക്കില്ലെങ്കിലും അതേ ലഫ്ളിനെ മറ്റൊരു മഅനാക്കും ചിലപ്പോൾ വലഇ ചെയ്തിട്ടുണ്ടാവാം. അപ്പൊ സെയ്ദിനെ ഒരാൾ ഒരു മഅനാക്ക് ഒരു മുസമ്മാക്ക് വലഇ ചെയ്തു, വേറൊരാള് സെയ്ദിനെ വേറൊരു മുസമ്മാക്കും വലഇ ചെയ്തു. അതുകൊണ്ട് സെയ്ദ് ഇവിടെ എന്തായി? മുസ്തറക്ക് ലഫ്ലിയായി. പക്ഷെ ഉപയോഗിക്കുന്ന സമയത്ത് സെയ്ദിനെ ഒരു മുഅയ്യനായ മുസമ്മാക്കെ ഉപയോഗിക്കുകയുള്ളൂ. അങ്ങനെ ജാഅനി സെയ്ദുൻ എന്ന് ഒരാൾ പറയുമ്പോൾ ഈ സെയ്ദ് ആരാകാനും സാധ്യതയുണ്ട്, വേറൊരു സെയ്ദാകാനും സാധ്യതയുണ്ട്. ആ ഇഹ്തിമാലിനെ ഉയർത്താൻ വേണ്ടി ജാഅനി സെയ്ദുനി താജിറു, താജിറായ സെയ്ദ് വന്നു. ഏത് സെയ്ദല്ല? മറ്റേ സെയ്ദ് കാത്തിബാവണം, കാത്തിബായിരിക്കും. കാത്തിബായ സെയ്ദല്ല. ഓരോരുത്തർക്കും ഉള്ള ഒരു വസ്ഫിനെ എടുത്തു പറയുമ്പോൾ മറ്റൊരാൾക്കുള്ള സാധ്യതയെ ഇവിടെ റഫഇ ചെയ്യാൻ കഴിഞ്ഞു ഈ സിഫത്ത് കൊണ്ട്. നെക്കിറ ഇസ്തിഇമാലിൽ മുസ്തറക്കാണെങ്കിൽ മഅരിഫ ഇസ്തിഇമാലിൽ എന്തെല്ലാം മുസ്തറക്കല്ല. പക്ഷെ എന്തുണ്ട്? ഇസ്തിഇമാലിൽ മുസ്തറക്ക് അല്ലെങ്കിലും മറ്റൊരാളാകാൻ ഇഹ്തിമാലുള്ളതുകൊണ്ട് ആ ഇഹ്തിമാലിനെ ഇവിടെ ഉയർത്തുകയാണ് ഈ സിഫത്ത് കൊണ്ട് ചെയ്യുന്നത്. സെയ്ദ് വന്നു എന്ന് പറയുമ്പോൾ കേൾക്കുന്ന ആളുകൾ അത് ഏത് സെയ്ദുമാവാം? ഈ താജിറായ സെയ്ദുമാവാം, പിന്നെ കാത്തിബായ സെയ്ദുമാവാം, വേറൊരു കാത്തിബായ സെയ്ദുണ്ട്. ഇനി രണ്ടാളും ഒരാൾക്ക് തന്നെ താജിറും കാത്തിബും വസ്ഫുണ്ടെങ്കിൽ മറ്റൊരാൾക്കുണ്ട് താജുറും കാത്തിബ് എന്ന രണ്ട് വസ്ഫ്, കിതാബത്തും തിജാറത്തും. എന്നാൽ മൂന്നാമത് വസ്ഫും കൂടി കൂട്ടിക്കൊടുക്കേണ്ടി വരും ഈ ഇഹ്തിമാല് റഫഇ ചെയ്യാൻ വേണ്ടി. അതപ്പോ ഈ ഇഹ്തിമാലിനെ റഫഇ ചെയ്യുന്നത് മഅരിഫയാകുമ്പോഴാണ് കേട്ടോ. ഔലി കൗലിൽ വസ്ഫി, അല്ലെങ്കിൽ വസ്ഫാദിന് വേണ്ടി മുഖസ്സിസല്ലിൽ മുസ്നദി ഇലൈഹി, മുസ്നദ് ഇലൈഹിയെ ഖാസാക്കുന്നതാകുക. ഐ മുക്കല്ലിലൻ ഇഷ്തിറാഖുഹു, മുസ്നദ് ഇലൈഹിയിൽ ഉള്ള ഇഷ്തിറാക്കിനെ കുറക്കുക. അത് നക്കിറാകുന്ന സമയത്താണ്. ആ ഇഷ്തിറാക്ക് ലഫ്ലിയും ആവാം, മഅനവിയും ആവാം. ഔ റാഫിയൻ ഇഹ്തിമാലുഹു, അല്ലെങ്കിൽ മുസ്നദ് ഇലൈഹിൽ ഉള്ള ഇഹ്തിമാലിനെ ഉയർത്തുക, മറ്റൊന്നിലേക്ക് സാധ്യത ഉണ്ടാവലിനെ ഉയർത്തുക. ഇഷ്തിറാക്കില്ല അവിടെ. കാരണം മഅരിഫ ഒരു മുഅയ്യനിന് വലഇ ചെയ്തതാണല്ലോ. അതുപോലെ തന്നെ മുഅയ്യനിന് വലഇ ചെയ്ത ഇതേ ലഫ്ള് വേറെ ഒന്നും ഉള്ളതുകൊണ്ട് അതാകാനും സാധ്യത ഉണ്ടല്ലോ. അതുകൊണ്ട് ആ ഇഹ്തിമാലിനെ ഉയർത്താൻ വേണ്ടിയിട്ട് വസ്ഫ് പറയും. ആ സെയ്ദ് എന്തല്ല? താജിറല്ല. ഈ സെയ്ദാണ് താജിർ. അപ്പൊ താജിർ ആ സെയ്ദ് എന്ന് പറയുമ്പോൾ
കാത്തിബായ സയ്യിദ് ആവാം എന്ന ഇഹ്തിമാല് ഉയർന്നുപോയി. അതാണ്. അപ്പോൾ ഇൽമുൽ ബയാനിങ്ങളുടെ അടുക്കൽ, ബയാനിക്കാരുടെ അടുക്കൽ ഈ തക്ലീലും റഫും രണ്ടും തഖ്സീസാണ് അവരുടെ അടുക്കൽ. ഒഫി ഉറൂഫിൻ നുഹാത്തി നഹ്വീങ്ങളുടെ ഭാഷയിൽ അത്തഖ്സീസു തഖ്സീസ് ഇബാറത്തുൻ അൻ തഖ്ലീലിൽ ഇഷ്തിറാക്കി, ഇഷ്തിറാക്കിനെ കുറക്കലിനെ തൊട്ട് പറയപ്പെടുന്ന ആ തഖ്സീസ് ഫിന്നിക്രത്തി നിക്രയിലുള്ള ഇഷ്തിറാക്കിനെ കുറക്കുക. വത്തൗലീഹു തൗലീഹാവുന്നത് പിന്നെ ഉറൂഫിൻ നുഹാത്തി അത്തഖ്സീസു ഇബാറത്തുൻ വത്തൗലീഹു തൗലീഹ് അൻ റഫിഇൽ ഇഹ്തിമാലിൽ ഹാസിലി ഫിൽ മആരിഫി, മഅരിഫകളിൽ ഉള്ളതായ ഇഹ്തിമാലിനെ റഫ് ചെയ്യലിനെ തൊട്ട് പറയപ്പെടുന്നതാണ്. മഅരിഫകളിൽ ഇഹ്തിമാൽ ഉണ്ടാകും. കാരണം ഇതേ ലഫ്ള് വേറെ ഒരു വലയിച്ച് വേറെ ഒരു വല ഉണ്ടാകാമല്ലോ. അപ്പൊ സെയ്ദ് ഇപ്പം ഒരാൾക്ക് വല ചെയ്തു, അതേ സെയ്ദ് എന്ന ലഫ്ളിനെ മറ്റൊരാൾ വേറൊരാൾക്കും വല ചെയ്തു. അങ്ങനെ ഇഹ്തിമാലിന് സാധ്യത ഉള്ള ലഫ്ളുകളാണിത്. മഅരിഫ ഇഹ്തിമാലുണ്ട്. ഇഷ്തിറാക്കില്ലെങ്കിലും ഇഹ്തിമാല് ഉണ്ടാകാം. ആ ഇഹ്തിമാലിനെ റഫീ ചെയ്യും ഈ സിഫത്ത്. നഹ്വു സയ്യിദുനി താജിറു ഇൻദനാ, കണ്ടോ, താജിറായ സയ്യിദ് നമ്മുടെ അടുക്കലുണ്ട്. ഫഇന്ന വസുഫഹു, ഈ താജിറിന് വസുഫ് പറയൽ, അല്ല ഫഇന്ന വസുഫഹു സയ്യിദിന് വസുഫ് പറയൽ ബി താജിരി, താജിർ കൊണ്ട് വസുഫ് പറയൽ യർഫഉ ഇഹ്തിമാല ഗൈരിഹി, താജിർ അല്ലാതിരിക്കല്ലെന്ന ഇഹ്തിമാലിനെ ഉയർത്തും. ഈ സയ്യിദ് താജിർ അല്ല എന്നൊരു ഇഹ്തിമാൽ ഇവിടെ ഉണ്ട്, ആ ഇഹ്തിമാലിനെ ഉയർത്തും. ഇത് താജിറായ സയ്യിദ് തന്നെയാണ്. ഔലി കൗലിൽ വസുഫി, അല്ലെങ്കിൽ വസുഫായതിനു വേണ്ടി മദ്ഹായതിനു വേണ്ടി, അതിനും മുസ്നദിലേക്ക് വസുഫ് പറയും. ഔ ദമ്മൻ അലി, ദമ്മായതിനു വേണ്ടി നഹ്വു ജാഅനി സയ്യിദുൽ ആലിമു അവിൽ ജാഹിലു, ആലിമായ സയ്യിദ് വന്നു. സയ്യിദ് ആലിം എന്ന് പറയാതെ തന്നെ സയ്യിദിനെ ശരിക്കറിയാം. അപ്പോഴേ അൽ ആലിം എന്താവുള്ളൂ, മദ്ഹാവുള്ളൂ. ആലിമ് പറഞ്ഞാലേ സയ്യിദിനെ ഇവിടെ മനസ്സിലാവുകയുള്ളൂ എങ്കിൽ അൽ ആലിമു എന്നുള്ള സിഫത്ത് മുഹസ്സിസാണ് ആവുക, നേരത്തെ പറഞ്ഞത്. കാരണം ഇവിടെ സയ്യിദ് എന്ന് പറയുമ്പോൾ തന്നെ ഇഹ്തിമാല് സാധ്യതയില്ലാത്തോടത്തെ അൽ ആലിമ് എന്താവുള്ളൂ, മദ്ഹാവുള്ളൂ. അൽ ആലിമു എന്ന സിഫത്ത് കൊണ്ടാണ് ഇഹ്തിമാല് റഫഇ ചെയ്യുന്നതെങ്കിൽ അൽ ആലിമു എന്നുള്ളത് എന്താവൂല, മദ്ഹാവുകയില്ല. അത് പിന്നെ മുഖസ്സിസായ സിഫത്താവും. അവിൽ ജാഹിലു ഐസു യതഅയ്യനുൽ മൗസൂഫു, മൗസൂഫ് നിജമാകുന്ന സമയത്ത് ഐനി സയ്യിദൻ, സയ്യിദിനെയാണ് ഉദ്ദേശിക്കുന്നത്. കബല ദിക്രിഹി ഐ ദിക്രിൽ വസുഫി, ഈ ആലിം എന്ന വസുഫ് അല്ലെങ്കിൽ ജാഹിൽ എന്ന വസുഫിനെ പറയുന്നതിന് മുമ്പ് തന്നെ ഈ സയ്യിദ് എന്താണ്, സാമീനിക്ക് തഅയ്യുനാവും. സയ്യിദ് വന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഏത് സയ്യിദാണെന്ന് സാമീന് മനസ്സിലായി. അവിടെ പിന്നെ സിഫത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം പിന്നെ സിഫത്ത് പറയുന്നത് എന്തിനാണ്? അത് മദ്ഹിന് വേണ്ടിയോ ദമ്മിന് വേണ്ടിയോ ആണ്. അല്ലാതെ എവിടെയെങ്കിലും അവിടെ സിഫത്ത് പറഞ്ഞുകൂടാ. സിഫത്ത് ഒരു മൗസൂഫിന് സിഫത്ത് പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യം വേണം. ഒന്നിരിക്കൽ എന്താവണം, മഅനയെ വെളിവാക്കലാവണം. അതല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ മുഖസ്സിസ് ആവണം. മുഖസ്സിസ് എന്ന് പറഞ്ഞാൽ ഇഷ്തിറാക്കിൽ തക്ലീല് അല്ലെങ്കിൽ ഇഹ്തിമാലിന്റെ റഫ് രണ്ടാളൊന്നാവണം. അതല്ലെങ്കിൽ മദ്ഹാവണം അല്ലെങ്കിൽ ദമ്മാവണം. ഇനി പറയാൻ പോകുന്നുണ്ട് വേറൊന്ന്. അപ്പൊ മദ്ഹും ദമ്മും ആവണമെങ്കിൽ എപ്പോഴേ മദ്ഹും ദമ്മും ആവുകയുള്ളൂ. ഈ സിഫത്തിനെ പറയുന്നതിന് മുമ്പ് തന്നെ മൗസൂഫ് ഇവിടെ എന്തായി, മുസ്നദിലേഹി എന്തായി, ബോധ്യമായി കഴിഞ്ഞു. ഇനി സിഫത്ത് പറയേണ്ട ആവശ്യമില്ല. സിഫത്ത് പറയാതെ തന്നെ നെക്കിറാവുന്ന സമയത്ത് എന്തായി, ഇഷ്തിറാക്കിൽ കമ്മി വന്നു. അല്ലെങ്കിൽ മഅരിഫയാവുന്ന സമയത്ത് ഇഹ്തിമാൽ ഉയർന്നുപോയി. ഈ മുസ്നദിലേഹി സ്വന്തം കൊണ്ട് തന്നെ ഇഹ്തിമാൽ ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ സിഫത്ത് പറയുന്നത് എന്തിനു വേണ്ടിയല്ല, തഖ്സീസിന് വേണ്ടിയല്ല. അത് മദ്ഹിന്റെ സിഫത്താണെങ്കിൽ മദ്ഹിന് വേണ്ടിയായിരിക്കും.
അല്ലെങ്കിൽ തമ്മിന് വേണ്ടിയായിരിക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി, അള്ളാഹുവിനെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. മനസ്സിലാക്കിയതുപോലെ പിന്നെ റബ്ബിൽ ആലമീൻ അത് മദഹിന്റെ സിഫത്താണ്. ഖബല ദിക്രിഹി ഐ ദിക്രിൽ വസ്ഫി, വസ്ഫിനെ പറയുന്നതിന് മുമ്പ് തന്നെ മൗസൂഫ് നിർണയമാവുന്ന സമയത്താണ് ആലിമ് ജാഹിലി എന്നുള്ളത് മദ്ഹും ദമ്മും ആവുക. ഔലി കൗനിഹി, അല്ലെങ്കിൽ മുസ്നദ് ഇലൈഹി ആയതിനു വേണ്ടി തഅക്കീദൻ, അലി മുസ്നദ് ഇലൈഹി അല്ല, ഔലി കൗനിഹി, അല്ലെങ്കിൽ വസ്ഫായതിനു വേണ്ടി തഅക്കീദൻ മുസ്നദ് ഇലൈഹിയെ തഅക്കീദ് ചെയ്യാൻ വേണ്ടി ആയതിന് തഅക്കീദ് ചെയ്യാൻ വേണ്ടിയാവുക വസ്ഫ്. നഹ്വു അംസിദ്ദാബിറു, കഴിഞ്ഞുപോയ ഇന്നലെ. അംസി എന്ന് പറഞ്ഞാൽ തന്നെ കഴിഞ്ഞുപോയി. പിന്നെ അദ്ദാബിറു എന്ന് പറഞ്ഞത് കഴിഞ്ഞുപോയത് എന്നാ അതിനർത്ഥം. അംസയെ തഅക്കീദ് ചെയ്യാനാണ്. കഴിഞ്ഞുപോയ ഇന്നലത്തെ ദിവസം കാനയോമൻ അളീമാ, അത് വലിയ ദിവസമായിരുന്നു. അപ്പൊ ദാബിർ അംസിയിൽ എന്തുണ്ട്? ദുബൂർ എന്ന മയനുണ്ട്, കഴിഞ്ഞു പോവൽ, തീർന്നു പോവൽ. പിന്നെ അദ്ദാബിറു എന്ന് പറഞ്ഞത് അത് തഅക്കീദിന് വേണ്ടി സിഫത്ത് പറഞ്ഞതാണ്. അതെ, ഫഇന്ന ലഫ്ള അംസി, തീർച്ചയായിട്ടും അംസി എന്ന ലഫ്ള് മിമ്മ, അത് ഒന്നിൽപ്പെട്ടതാണ്. യദുല്ലു, അത് അറിയിക്കും. അലദ്ദുബൂരി, കഴിഞ്ഞു പോവലിന്റെ മേൽ, തീർന്നു പോവലിന്റെ മേൽ അറിയിക്കും. എന്നിരിക്കെ പിന്നീട് അദ്ദാബിറു എന്ന് പറഞ്ഞത് എന്തിനാണ്? അത് അംസിയെ തഅക്കീദ് ചെയ്യാൻ വേണ്ടിയാണ്. കഴിഞ്ഞുപോയ രാത്രിയാകുന്നത് പിന്നെ മുസ്നദ് ഇലൈഹി തന്നെയാണ്. വഖദ് യകൂനുൽ വസ്ഫു, ചിലപ്പോൾ വസ്ഫാകുന്നതാണ്. ലിബയാനിൽ മഖ്സൂദി, മഖ്സൂദിനെ ബയാൻ ചെയ്യാൻ വേണ്ടിയാകും. വതഫ്സീരിഹി, മഖ്സൂദിനെ തഫ്സീർ ചെയ്യാൻ വേണ്ടിയുമാകും, വ്യക്തമാക്കാനും അതിങ്ങനെ വെളിവാക്കാനും. കഖൗലിഹി തആല വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി വലാ ത്വാഇരിൻ യതീറു ബിജനാഹിഹി എന്ന് പറയും പോലെ ഭൂമിയിലുള്ള ഒരു ദാബത്തുമില്ല, പറക്കുന്ന രണ്ട് ചിറക് കൊണ്ട് പറക്കുന്ന ഒരു പക്ഷിയുമില്ല. ഇവിടെ ഒമാമിൻ ദാബത്തിൻ എന്ന് പറഞ്ഞു, ഒരു ദാബത്തും ഇല്ല. ഒരു ദാബത്തും ഇല്ല എന്ന് പറയുമ്പോൾ എല്ലാ ദാബത്തും പെട്ടു. അപ്പോ നിഫിന്റെ ശേഷം നിക്ര വന്നപ്പോൾ തഅമീമിനെ ഫായിദ വെപ്പിക്കും. അപ്പോ ഒമാമിൻ ദാബത്തിൽ ഒരു ദാബത്തുമില്ല. ഈ ദാബത്ത്, ഈ തഅമീം എന്താവാം? ഉർഫിയായ തഅമീമാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ തഅമീമും എല്ലാ ദാബത്തും ഉൾപ്പെടാതിരിക്കാം. ഫിൽ അർളി എന്നാണ് കൂട്ടിക്കൊടുത്തപ്പോൾ ആ ജിൻസായി മുറാദ്. ജിൻസ് മുറാദാവുമ്പോൾ ഒരൊറ്റ ഫർദും പുറത്തു പോകൂല. അപ്പൊ തഅമീം ആദ്യം ഉണ്ട്. നെഫിന്റെ ശേഷം നിക്ര വന്നാൽ തഅമീമിനെ ഫായിദ വെപ്പിക്കും, അത് ശരി തന്നെ. പക്ഷെ ആ തഅമീം ഹഖീഖിയാവണമെന്നില്ലല്ലോ, ഉർഫിയുമാവാം. ആ ഉർഫിയായ തഅമീം മാക്സിമം മതി. അവിടെ നെഫിന്റെ പിന്നിൽ തഅമീമിനെ ഫായിദ വെപ്പിക്കാൻ എന്തായി? ബിൽകുല്ലിയത്ത് ഉണ്ടാവണമെന്നില്ല, ഹഖീഖിയായ തഅമീം ഉണ്ടാവണമെന്നില്ല, ഉർഫിയായ തഅമീമായാലും മതി. അപ്പോ ഒമാമിൻ ദാബത്തും, ഒരു ദാബത്തും ഇല്ല എന്ന് പറഞ്ഞാൽ ഉർഫിയായ തഅമീമാവാം. അപ്പോൾ ചില ദാബത്തുകൾ പുറത്താകും. ഫിൽ അർളി എന്ന് വസ്ഫ് പറഞ്ഞപ്പോൾ ഭൂമിയിലുള്ള ഒരു ദാബത്തും ഇല്ല എന്ന് പറയുമ്പോൾ ജിൻസ് മുറാദായി. ജിൻസ് മുറാദായി കഴിഞ്ഞാൽ പിന്നെന്താവൂല, ഒന്നും പുറത്തേക്ക് പോകാൻ പാടില്ല. അപ്പൊ തഅമീമിന്റെ സിയാദത്തോടെ വന്നു. ഉർഫിയായ തഅമീം ഫിൽ അർളി എന്നങ്ങോട്ട് പറഞ്ഞപ്പോൾ ഹഖീഖിയായ തഅമീമായി. അതായത് ഹഖീഖിയായ ഇസ്തിഗ്റാഖ് അവിടെ ലക്ഷ്യമാണ് എന്നർത്ഥം. അപ്പോ ഇവിടെ എല്ലാ ദാബത്തും ഉൾപ്പെടാൻ വേണ്ടി, അതാണ് ഇവിടുത്തെ മഖ്സൂദ്. അതിനു വേണ്ടിയിട്ടാണ് ഫിൽ അർളി എന്ന സിഫത്ത് പറഞ്ഞത്. പിന്നെ അവിടെ ചോദ്യം ചോദിക്കാണ്ട് ഫിൽ അർളി പറഞ്ഞിട്ടില്ലെങ്കിലും നെഫിന്റെ പിന്നിൽ നിക്ര വന്നാൽ ഉമൂമിയത്തിനെ ഫായിദ വെപ്പിക്കുമല്ലോ, അത് ശരിയാണ്. പക്ഷെ അത് ഉർഫിയായ തഅമീമും ആവാം, ഹഖീഖിയും ആവാം. ഉർഫിയാവുമ്പോൾ എല്ലാ ദാബത്തും ഉൾപ്പെടുകയില്ല.
അതും കൂടി ഉൾപ്പെട്ടു പോകും ഫിൽ അർളി എന്ന സിഫത്തുകൊണ്ട്. അതുപോലെ തന്നെ വലാ ത്വായിരിൻ, ഒരു ത്വായിറുമില്ലാത. അവിടെ നഫിന്റെ സന്നിക്ര വന്നു, അവിടെയും തഅമീമിനെ ഫായിദപ്പിക്കും, അതും ഉറുഫിയാവാം. യത്തീറു ജനാഹി, രണ്ട് ചിറകുകൊണ്ട് പറക്കുന്ന ഒരു ത്വായിറും നിർമ്മൽ എല്ലാ ത്വായിറും പെട്ടു, ജിൻസ് മുറാദായി. ഹൈസു വസഫ, അല്ലാഹു തആല വസുഫ് പറഞ്ഞു ദാബത്തൻ, ദാബത്തിന് വസുഫ് പറഞ്ഞു ത്വായിറൻ, ത്വായിറിനും ബിമാ ഒന്നുകൊണ്ട്, ലഫ്നസർ മുറത്തബായിട്ടാണ്, ബിമാ ഒന്നുകൊണ്ട്, ഹുവ ആ ഒന്ന് മിൻ ഖവാസിൽ ജിൻസൈനി, രണ്ട് ജിൻസിന്റെ ഖവാസിൽപ്പെട്ടതാണ്. രണ്ട് ജിൻസ് എന്ന് പറഞ്ഞാൽ ദാബത്തിന്റെ ഖാസത്തിൽപ്പെട്ടതാണ് ഭൂമി, ദാബത്തിന് ഭൂമി വേണം. ത്വായിറിന്റെ ഖവാസിൽപ്പെട്ടതാണ് ചിറകുകൊണ്ട് പറക്കല്. അത് വസുഫ് പറഞ്ഞു. എന്തിനാ വസുഫ് പറഞ്ഞത്? ലി ബയാനി അന്നൽ ഖസദ മിന്നുമാ, ഈ ദാബത്ത് ത്വായിർ കൊണ്ടുള്ള കസദ് ഇലൽ ജിൻസി, ജിൻസിനെ കൊള്ളയാണ് കസദ്, ദൂനൽ ഫർദി, ഒരു ഫർദിനെ കൂടാതെ. ഫർദ് എന്ന് പറഞ്ഞാൽ വഹദാനിയായ ഫർദല്ലട്ടോ, ഒരു തായിഫത്ത്. ഇവിടെ ഫർദ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യം മുഴുവനും അല്ല, ഒരു ഭാഗം, ഒരു ഭാഗത്തെ കൂടാതെ. ഈ ഫർദ് എന്ന് പറഞ്ഞാൽ ഒന്നെ ആവണമെന്നില്ല, വാഹിദന്നെ ആവണമെന്നില്ല ഫർദിന്. ഇപ്പൊ തസ്നിയ റജുലാനി എന്ന് പറഞ്ഞാൽ അതൊരു ഫർദാണ്, ഒരു ഭാഗം എന്നർത്ഥം. അപ്പൊ ഒരു ഭാഗത്തെ കൂടാതെ മുഴുവനുമാണ്. ജിൻസിലേക്കാണ് കസദ്, ദൂനൽ ഫർദി, ഒരു ഭാഗത്തെ കൂടാതെ. ഒരു ഭാഗമാകുന്നത് എപ്പോഴാ? ഈ ഫില്ലർദി ഇല്ലെങ്കിൽ ദാബത്ത് എന്നുള്ളത് ഉറുഫിയായ തഅമീമാവാ. അപ്പൊ ദാബത്തിന്റെ ഒരു ഭാഗമേ അതാവുകയുള്ളൂ. അതുപോലെ തന്നെ വലാ ത്വായിറും, ഒരു ത്വായിറുമില്ല. അവിടെയും തഅമീമിനെ ഫായിദ വെപ്പിക്കുന്നുണ്ട്. പക്ഷെ തഅമീം ഉറുഫിയാവാം. ഉറുഫിയാവുമ്പോൾ ഒരു ഭാഗം മാത്രമേ ഉൾപ്പെടുകയുള്ളൂ, മുഴുവനും ഉൾപ്പെടുകയില്ല. യത്തീറു ബിജനാഹൈഹി എന്ന് പറയുമ്പോൾ, അതുപോലെ തന്നെ ഫിൽ അർളി എന്ന് പറയുമ്പോഴും മുഴുവനും ഉൾപ്പെട്ടു. ഉണ്ടോ? ഒബിഹാദൽ ഇഅ്തിബാരി, ഈ ഇഅ്തിബാർ കൊണ്ട്. ഏതാണ് ഇഅ്തിബാർ? ഒബിഹാദൽ ഇഅ്തിബാരി, ഈ ഇഅ്തിബാർ കൊണ്ട്. അതായത് വസുഫ് പറയൽ കസദ് ജിൻസിലേക്കാണ്, ഒരു ഭാഗത്തെ കൂടാതെ. ഒരു ഭാഗം മാത്രമല്ല, അഫ്രാദിൽ നിന്നൊരു ഭാഗം മാത്രമല്ല, മുഴുവനുമാണ്. ആ ഇഅ്തിബാർ കൊണ്ടിട്ട് അഫാദ ഹാദൽ വസുഫു, ഈ വസുഫ് ഫിൽ അർളി എന്ന വസുഫും യത്തീറു ബിജനാഹി എന്ന വസുഫും ഫായിദ വെപ്പിച്ചു, നേടിത്തന്നു. സിയാദത്ത തഅമീമി വൽ ഇഹാത്തത്തി, ഇഹാത്തത്തിന്റെയും തഅമീമിന്റെയും വർധനവിനെ, സിയാദത്തിനെ നേടിത്തന്നു. സിയാദത്ത് എന്താ? ഫിൽ അർളിയോട് പറഞ്ഞപ്പോ, യത്തീറു ബിജനാഹി പറഞ്ഞപ്പോൾ തഅമീം ഹക്കീക്കിയായി. ഉറുഫിയാകാം എന്ന തഅമീം ഉറുഫിയായ തഅമീമിനേക്കാൾ വർധനവ് ഉണ്ടായി, അതായത് ഹക്കീക്കിയായ തഅമീമായി ഈ സിഫത്ത് പറയലുകൊണ്ട് എന്നർത്ഥം കേട്ടോ. ഇൻഷാ അല്ലാഹ് വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം.